Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിക്കാം. എന്താ പത്രോസേ? ഈ തോമ എന്തിനാ അവന്റെ പെങ്ങളെ വെട്ടിക്കൊന്നത്? ഈയിടെ അവിടെ നടപ്പത്ര ശരിയല്ലെന്നാ കേട്ടത്. വേർത്തന്റെ കൂടെ ഇച്ചിരി പെശകായി. ചെറുക്കൻ നേരിട്ട് കണ്ടെന്നാ പറയണത്. അല്ല, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴാ ഇവിടെ കെട്ടിയവൻ വർക്ക് മേലങ്ങോട്ട് ആന ഓടിച്ചത്. പിന്നെ അവൾ ഒറ്റയ്ക്കല്ലേ, ആണുങ്ങളുടെ ചൂട് മറക്കാൻ പറ്റുന്ന പ്രായമായിട്ടില്ലെന്നേ. ഏറിയ ഒരു 30-35 വയസ്സ് കാണും അല്ലയോ? ആ, നല്ല ആരോഗ്യമുള്ള പെണ്ണല്ലേ, ചിലപ്പം പിടുത്തം വിട്ട് കാണും. ആ ഹലോ, ഞാൻ കുറച്ച് ലേറ്റാവും. മോശേ, അത്ഭുതപ്പെടേണ്ട. നീ നിൽക്കുന്നത് വിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലാണ്. ഫറവോന്റെ പീഡനങ്ങളിൽ നിന്ന്
നിന്റെ ജനങ്ങളെ മോചിപ്പിക്കുവാൻ. നമ്മുടെ കൽപ്പനകളെ വചനങ്ങളായി നാം നിനക്ക് നൽകുന്നു. നീ ഇതവർക്ക് നൽകുക. എൻ്റെ യഹോവയായ ദൈവമേ, സംസാരിക്കാൻ പോലും കഴിയാത്ത ഞാൻ എങ്ങനെ അവർക്ക് വചനങ്ങൾ നൽകും? മോശെ, ധൈര്യമായിരിക്കും. നിന്റെ നാവിൽ വചനങ്ങളായി നാം ഉണ്ടായിരിക്കും. എനിക്ക് നിന്നെ കാണണം. എല്ലാം കണ്ടു മാത്രമേ ഞാൻ വിശ്വസിക്കൂ. വേണ്ട, എന്നെ കാണാൻ നിനക്കാവില്ല. വേണം, കാണണം. മോശയ്ക്ക് നൽകിയ കൽപ്പന പത്തുകൾ ആശയോടെ വരും കേട്ടിടണം. മോശയ്ക്കു നൽകിയ കൽപ്പന പത്തുകൾ ആശയോടെ വരും കേട്ടിടണം. പാടില്ല മറ്റൊരു ദൈവം നിനക്കിനി, പാടില്ല വിഗ്രഹ ആരാധന. എടുക്കല്ല ദൈവത്തിൻ നാമം വൃഥാവിൽ നീ, എടുക്കല്ല ജോലികൾ ശബത്തുനാളിൽ. എടുക്കല്ല ദൈവത്തിൻ നാമം വൃഥാവിൽ നീ, എടുക്കല്ല ജോലികൾ ശബത്തുനാളിൽ. ഹാനി കൂടാതങ്ങു നാളുകൾ നീതിയായി മാനിച്ചാൽ മാതാപിതാക്കളെ നീ. കൊലവ്യഭിചാരവും മോഷണം ചെയ്യൊല്ല, പറയരുതൊരിക്കലും കള്ളസാക്ഷ്യം. മീനും വന്നു. മത്തി വിലോപിച്ചാള. എന്തൊക്കെയാണുള്ളത്? മത്തിയുണ്ട്. മത്തി അടുത്തോ? ആ. തിന്നോടി.
വേഗം ഒതുക്കി വെക്ക്, സമയായി. അപ്പച്ച, ഇന്നാണ് പാരന്റ്സ് മീറ്റിംഗ്. എല്ലാ രക്ഷിതാക്കളും വരും. അപ്പച്ചനും വരണം. അപ്പച്ചൻ വരാം മക്കളെ. ആ ആ ആ പത്രോസിന്റെ കൂടെ അങ്ങ് പൊറുതി തുടങ്ങിയോ? ആ എന്നാ വല്ലപ്പോഴും നമ്മളെ ഒന്ന് ഓർത്തേക്കണേ. എന്നാത്തിനാ? പത്രോസിനുള്ളതേ നമുക്ക് ഉണ്ടെന്ന് പറയായിരുന്നു. അതെ, അത് വേണ്ടപ്പ പറഞ്ഞേക്കാം. എനിക്കിപ്പോ പത്രോസിനുള്ളത് മതി. ഓടത്തണ്ടി. അതേ, ഈ കൃഷിയേ അത്ര നല്ലതിനല്ല. ആ, എല്ലാരും എഴുതിയെടുത്തോളി. കുട്ടികളെ, നമ്മൾ ഇന്നലെ കലാമണ്ഡലം ഹൈദരാലിയെക്കുറിച്ച് ചർച്ച ചെയ്തില്ലേ? ആ പാഠഭാഗം മാർത്തയൊന്ന് വായിക്കൂ. എല്ലാവരും പുസ്തകം എടുക്കൂ. നോക്കിയപ്പോൾ വന്നവരിൽ ഒട്ടും കാണാൻ നന്നല്ലാത്തത് ഞാൻ മാത്രമാണ്. എന്നെ എടുക്കുമോ? ഊഴം വന്നപ്പോൾ എൻ്റെ പേരും വിളിച്ചു. അഴികളുള്ള ഒരു കളരിയിലേക്കാണ് എന്നെ വിളിപ്പിച്ചത്. അവിടെ 4-5 പേര് ഇരിക്കുന്നുണ്ട്. നല്ല ഉയരത്തിൽ, കണ്ടാൽ തന്നെ തൊഴാൻ തോന്നുന്ന രൂപത്തിൽ ഒരാൾ. മറ്റൊരാൾക്ക് എന്തൊരു ചൈതന്യമാണ്. മൂന്നാമത്തെ ആൾക്ക് ഗൗരവ ഛായയാണ്. ഇനിയുള്ള ആൾക്ക് അധികം ഉയരമില്ല. എന്താ പേര്? ഹൈദരലി. പാട്ട് പഠിക്കാൻ മോഹമുണ്ടോ? പാട്ട് പാടിയിട്ടുണ്ടോ? എന്നാൽ ഒരു പാട്ട് പാടൂ. കന്നേ കനിവല്ലേ. ആ ഇന്റർവ്യൂ കഴിഞ്ഞു. എന്നെ പരിശോധിച്ചവർ മഹാകവി വള്ളത്തോൾ, മുകുന്ദരാജ, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കിള്ളിമംഗലം വാസുദേവൻ നമ്പീശൻ എന്നിവരായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനോട് സംസാരിച്ചത് മഹാകവി വള്ളത്തോൾ ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഇരുന്നതിന് തൊട്ടടുത്തല്ല മറ്റു കുട്ടികൾ ഇരുന്നത്. അല്പം നീങ്ങിയുള്ള ആ ഇരിപ്പ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. മെസ്സിലും ഈ അകലമുണ്ടായിരുന്നു. മനസ്സ് വേദനിച്ചിരുന്നുവെങ്കിലും ആരോട് പറഞ്ഞാൽ തന്നെ ഫലമില്ല. കലാമണ്ഡലം ഹൈദരാലിയാണ് സാർ. കുത്തുവാക്കുകൾ. ഇസ്ലാമുകളുടെ പേരും വെച്ച് കാഫറീറ്റിങ്ങളുടെ പണിയെടുക്കുന്ന ഹിമാർ മതസ്ഥൻ എന്ന കാരണത്താൽ ഇളിക്കാതെ എഴുതിയടാ. ക്രമേണ കലാമണ്ഡലത്തിലെ രീതികളോടൊക്കെ ഇണങ്ങാനുള്ള മാനസികാവസ്ഥയിലായി. പരിഹാസം കലർന്ന വാക്കും നോക്കും എന്നെ സ്പർശിക്കാതായി. എന്നാൽ എൻ്റെ അരങ്ങേറ്റം ചർച്ചാ വിഷയമായതിനു പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. കഥകളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം ബാലന്റെ അരങ്ങേറ്റം നടക്കുന്നത്. ഭാഷിതം സാതദ സന്നദം സമാകർണ്യകർണാമൃതം ചിത്രലേ
ബദറെ, ആരാണ് ഈ ഹൈദരലി? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നവനാണ് ഇസ്ലാം. അതല്ലാതെ കല്ലിനും മരത്തിനും ചന്ദനം പൂസി അല്ലാഹ് നിഷേധിച്ച വിഗ്രഹാരാധനയുമായി നടക്കുന്നവരുടെ പാട്ടും പുരാണവുമായി നടക്കുന്ന ഒരു പച്ച കാഫർ ഓനെ പോലുള്ളവരെ സുജായിയാക്കാനാണ് ഇങ്ങളെ പഠിപ്പും പാഠപുസ്തകവും. പാടില്ല മാത്രമേ പാടില്ല. അള്ളാഹ്ക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത വലിയ കുറ്റാണത്. പത്രോസേ, നിനക്ക് എന്ത് പറ്റി പത്രോസേ? ഒരു കാര്യവുമില്ലെന്ന്, ചുമ്മാ മെനക്കേടെന്ന് മാത്രം. അപ്പടി മണ്ടരിയാ. അത് ശരിയാ. ഇച്ചിരി വളമിട്ട് കളയാമെന്ന് വെച്ചാ അടുക്കത്തില്ല, അതാ വില. ഇനി തേങ്ങ പോലത്തെ 10 എണ്ണം ഉണ്ടായെന്ന് വെച്ചാലോ, തെങ്ങിൻ്റെ മണ്ടേ കയറി അത് ഇട്ട് തരാൻ ഒരാളെ കിട്ടുമോ? കിട്ടത്തില്ല. എല്ലാം ചുമ്മി പിടിച്ചു കടയിൽ ചെന്നാലോ, ചുമ്മാ കൊടുക്കാമെന്ന് വെച്ചാലും കടക്കാരന് വേണ്ട. പിന്നെ ഈ കൃഷി എന്ന് പറഞ്ഞ ഒരു ശീലമായി പോയി, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. അപ്പടി നഷ്ടമാന്നേ. അധ്വാനിക്കുന്നവൻ്റെ നെറ്റിയിലെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന് പ്രതിഫലം നൽകുക. എന്താ പത്രോസേട്ടാ? ഇയാൾക്ക് ഇതെന്താ പറ്റി? നോക്കടാ, എന്താടാ അത്? അയ്യേ, എന്താടാ? മിസ് വരുന്നു, മിസ് വരുന്നു.
ഞാൻ പോക്കു ഞാൻ എത്ര മൂടായി ഒന്ന് നിക്ക്. എന്തുവാ ലൂക്കായേ? അപ്പോ മനസ്സിലായി. ഭാഗ്യം. പക്ഷേ ലൂക്കയോട് എങ്ങനെയാ സംസാരിക്കണേ? കള്ളുകുടിയല്ലേ, മഹാഭാവിയല്ലേ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ലൂക്കായെ ഒരു നല്ല അയൽക്കാരനായേ കണ്ടിട്ടുള്ളൂ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് കാച്ചിയ കർത്താവ് ഈശോമിശിഹായ തമ്പുരാന്റെ പ്രധാന ശിഷ്യൻ പത്രോസിന്റെ പുതിയ എഡിഷൻ 2015 എഡിഷൻ. കൊള്ളാം കൊള്ളാം. ഞാൻ പോവുക. ലോകോട് സംസാരിച്ചാലൊന്നും ഇപ്പോൾ ഉള്ളവർക്ക് ശരിയാകില്ല. പക്ഷേ നിന്റെ അയൽപക്കത്ത് എൻ്റെ പെണ്ണ് സലോമിയാണ്. അവളെ കയറി സ്നേഹിച്ച് കളയരുത്. നിന്റെ കണ്ണുകൾ പാപം ചെയ്യുന്നുവെങ്കിൽ അത് പിഴുതു കളയുക. നിന്റെ കൈകളും കാലുകളും പാപം ചെയ്യുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഒക്കെ ലൂക്ക സമ്മതിച്ചു. പക്ഷെ ഒരു സംശയം, ഇങ്ങനെ വെട്ടി കളയാൻ തുടങ്ങിയാൽ സ്വർഗത്തിലോട്ട് പോകുമ്പോ പലരുടെയും ശരീരത്തിൽ പലതും കാണില്ലല്ലോ പത്രോസ്. ഞാൻ പോയിക്കോ, ധൈര്യമായി പോയിക്കോ. ഈ ലൂക്കോ കൂടെ തന്നെ ഉണ്ട്. മദറേ, എന്താ പത്രോസേ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? എന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴേ പാപവഴിയിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു. എന്നതാ? സാത്താന്റെ ദുഷ്ചെയ്തികൾ എന്റെ കുഞ്ഞുങ്ങളിൽ എത്തിക്കഴിഞ്ഞു മദർ. എന്താ പത്രോസേ, അവര് ചെറിയ കുട്ടികളല്ലേ, അവരെന്ത് ചെയ്തുന്നാ? മദർ ഇത് കണ്ടോ? ഇത് പത്രോസിന്റെ സെൽഫോൺ അല്ലേ? അയ്യോ, എന്റേതല്ല. എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ല. വേണ്ടാത്ത ചിലതൊക്കെ ഇതിനകത്ത് കാണുന്നു. മതി മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. പത്രോസ് പോയി ആ പീറ്റർ സാറിനോട് പറ.
അങ്ങേരെ എന്തെങ്കിലും ഒരു പരിഹാരം കാണും. ചെല്ലേ. സാറേ. എന്താ പത്രോസേ? ഞാൻ മദറിനെ കണ്ടായിരുന്നു. പിള്ളേരെ പാപികളാക്കുന്ന എന്തൊക്കെയോ ഇതിനകത്തുണ്ട്. സാറിൻ്റെ അടുത്ത് തരാൻ പറഞ്ഞു. എടോ, താൻ ഒരു മുഴുവട്ടം തന്നെയാ. മദറിനോടാണോ ഇത്തരം കേസുകളൊക്കെ ചെന്ന് പറയുന്നത്? അവരൊക്കെ കർത്താവിൻ്റെ മണവാട്ടികളല്ലേ. ഇത്തരം കാര്യങ്ങളൊന്നും കേൾക്കാൻ തന്നെ അവർ നിൽക്കത്തില്ല. ആ, താൻ ഇതൊക്കെ കണ്ടെന്നോ അറിഞ്ഞെന്നോ ആ പിള്ളേരോട് ഭാവിക്കരുത്. മുലകുടി മാറാത്ത പിള്ളേര് മുതൽ പടുകിഴവന്മാർ വരെ ഇപ്പോൾ ഇതിൻ്റെ പുറകെയാ. ഇതങ്ങനെയാ കാലം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാനതങ്ങ് പരിഹരിക്കാൻ നോക്കാം. ഇതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേച്ച് താനിപ്പോ പോ, ചെല്ല്. അക്കാലം ബാവ തന്റെ മക്കൾ 10 പേരുമായി ആടും മേച്ചു നടന്ന കാലം താം ദില്ലത്തെ തകുതോം ദില്ലത്തെ. എടാ ലൂക്കായേ, നില്ലടാ അവിടെ. നീ ഓടിയാ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. എടാ നില്ലവിടെ. എടാ ലൂക്കായേ, നിന്റെ തന്ത പഴയ വള്ളിക്കാലം തോമയല്ലോ. എന്താ ഇറങ്ങിയതാ തന്തയെ ചോദിക്കാൻ? ഞാൻ വിചാരിക്കായിരുന്നു തോമാച്ചൻ നല്ലൊരു ശുദ്ധനായിരുന്നു. എന്നാൽ എന്നോട് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നെന്ന് മാത്രം. നീയാണെങ്കിൽ ഒരു തെമ്മാടി, കള്ളുകുടിയൻ തെമ്മാടി, കള്ളുകുടിയൻ. എന്താടാ നോക്കി നിക്കണ്? എന്റെ കൂടെ കളിയടാ. തെമ്മാടി, കള്ളുകുടിയൻ, തെമ്മാടി, കള്ളുകുടിയൻ. എന്താടാ നീ കൈവിടുന്നത്? ആരത്? മഗ്നനറിയാമോ? മോക്ഷം തേടാൻ പോകുന്ന പുണ്യാളത്തി. തള്ളേ, എന്റെ നേരെ പൊലയാട്ട് പറഞ്ഞ പ്രാന്ത് ഞാൻ മാറ്റും, പറഞ്ഞേക്കാം. നീ നാട്ടിൽ ഒത്തിരി ചെറുപ്പക്കാരുടെ ഭ്രാന്തിന് ശമനുണ്ടാക്കി കൊടുത്തോണ്ടിരിക്കാന്ന് എനിക്കറിയാം. മനുഷ്യ, നിങ്ങൾ എന്ത് ഭാവിച്ച? രാവിലെ തന്നെ മൂക്കറ്റ കള്ളും കുടിച്ച് നടുറോട്ടിൽ കിടന്ന് കോമാളിത്തരും കാട്ടും. നീ കള്ളുകുടിയാ തെമ്മാടി, കള്ളുകുടിയാ. എന്നിട്ടും എന്താ ലൂക്കേ എന്നെ വാഴ്ത്തപ്പെട്ടവളാക്കാത്തത്? പോയോ? കള്ളുകുടിയാ തെമ്മാടി. അതിന് സഹായിക്കുന്ന സത്വഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു പാണ്ഡവന്മാർ. അപ്പൊ സത്വഗുണങ്ങൾക്കനുസരിച്ച് ആ സത്വഗുണങ്ങൾ എപ്രകാരം ഏതൊക്കെ പ്രകാരത്തിൽ എന്നിൽ ധർമ്മത്തിലേക്ക് ആ പരമമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കുന്നതിനായി ഞാൻ ഈ ഗുണങ്ങളുമായി ധർമ്മക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അകുർവത. ഈ ധർമ്മക്ഷേത്രത്തില് പരമമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കേണ്ടുന്ന ഈ ക്ഷേത്രത്തില് പാണ്ഡവൻ എന്നാൽ പണ്ഡ ആത്മവിഷയ ബുദ്ധി യേഷാം തേഹി പണ്ഡിതാഹ എന്നതിന്റെ ലക്ഷണം നമ്മൾ കണ്ടു. ആത്മവിഷയകമായ ജ്ഞാനം, അതിന് സഹായിക്കുന്ന സത്വഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു പാണ്ഡവന്മാർ. അപ്പൊ സത്വഗുണങ്ങൾക്കനുസരിച്ച് ആ സത്വഗുണങ്ങൾ എപ്രകാരം ഏതൊക്കെ പ്രകാരത്തിൽ എന്നിൽ ധർമ്മത്തിലേക്ക് ആ പരമമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കുന്നു.
സിസ്റ്ററെ, അബേലും മർത്തിന്ന് കരയുക. എന്താ കാര്യം? അവരുടെ ചോറ്റുപാത്രത്തിൽ ആരോ മണ്ണ് വാരിയിട്ടു. അതാരാ? എനിക്കറിയില്ല. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഇതാരാടാ ഇത്ര വലിയ അതിക്രമം ചെയ്തത്? സത്യം പറഞ്ഞോണം, അല്ലെങ്കിൽ ചെയ്തവനും ചെയ്യാത്തവനും അലക്കുകൊള്ളൂ. നിങ്ങൾക്കറിയാതെ വീട്ടിലേക്ക് പോയിക്കോ. ഇത്രയും നേരം ഒന്നും കഴിക്കാതിരുന്നല്ലേ. കരയണ്ട, വേഗം പോയിക്കോ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമാണ് ഇത് ചെയ്തതെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞാൽ ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കും. അല്ല, ഞാൻ കണ്ടുപിടിക്കുന്ന അവസ്ഥ വന്നാൽ പിന്നെ അവന്റെ കാര്യം അപ്പോ തീരുമാനിക്കാം. ഇന്ന് സ്കൂൾ വിടുന്നതിന് മുമ്പ് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. ആഹാ, വീട്ടിൽ പോവാൻ പറഞ്ഞിട്ട് പോയില്ലേ? വിശന്ന് നിൽക്കുവാണോ? മിസ് അവരെ ഇന്ന് തന്നെ പിടിക്കുവോ? പിടിക്കും, തക്ക ശിക്ഷയും കൊടുക്കും. മക്കള് പോയിക്കോ. അത് വേണ്ട. അതെന്താ? ഞങ്ങളുടെ പപ്പ ഞങ്ങളോട് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പപ്പ പറഞ്ഞെന്നോ? എന്തോന്ന്? ആരെയും വിധിക്കാനും ശിക്ഷിക്കാനും നമുക്ക് അധികാരമില്ലെന്ന്. അവരെ കർത്താവ് ശിക്ഷിച്ചോളുമെന്ന്. ആഹാ, എന്നാ പിന്നെ എന്തു തോന്നിയാസവും ആർക്കും ചെയ്യാമല്ലോ. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. മിസ്സേ, അവരെ കിട്ടിയാൽ ശിക്ഷിക്കരുത്. ശിക്ഷിച്ചാൽ ഞങ്ങളുടെ പപ്പ. ഇത് നല്ല തമാശ. ഇങ്ങനെയും മനുഷ്യരോ? എന്റെ കർത്താവേ, ഞാൻ ഒന്നും അന്വേഷിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. മക്കള് സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. എന്താ മക്കളെ ഇപ്പോഴേ ഇങ്ങ് പോന്നേ? ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലേ? എന്തു പറ്റി മാർത്തേ? ഈ കൊച്ചുങ്ങൾക്ക് എന്നാ പറ്റി? ഞങ്ങളുടെ ചോറ്റുപാത്രത്തിലാരോ മണ്ണ് വാരിയിട്ടു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പറ്റിയില്ല. മിസ്സിനോട് പറഞ്ഞപ്പോ മിസ് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ തൽക്കാലം വീട്ടിൽ പോയിക്കോ, അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാന്ന്. അപ്പച്ചൻ പറഞ്ഞിട്ടില്ലേ ശിക്ഷിക്കണ്ടെന്ന്? കർത്താവ് ശിക്ഷിച്ചോളും എന്നാ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത്. മക്കള് ചെയ്തത് അപ്പന് നന്നേ ബോധിച്ചു. മക്കളെ ആരുപദ്രവിച്ചാലും നമ്മൾ പകരം ഒന്നും ചെയ്യരുത്. നമുക്കതിനുള്ള അധികാരമില്ല. അക്കാലം വാവാതന്റെ മക്കൾ 10 പേരുമായി ആടും ആടും മേച്ചു നടന്ന കാലം. താം തിത്താം തരികിട തില്ലത്തേ താം തിത്താം തരികിട തില്ലത്തേ. അക്കാലം വാവാതന്റെ അക്കാലം വാവാതന്റെ 10 പേര് അക്കാലം വാവാതന്റെ മക്കൾ 10 പേരുമായി ആടും ആടും മേച്ചു നടന്ന കാലം. ഓ കർത്താവിന്റെ മണവാട്ടി സ്വർഗാരോഹണം നടത്തി ഈശോമിശിഹായ്ക്കൊപ്പം സ്ഥിരതാമസമാക്കാൻ പോകുകയല്ലയോ? അല്ല മദറെ, എന്നെ എന്നാ ഒന്ന് വാഴ്ത്തപ്പെട്ടവളാക്കുക. അന്നോട് പോകാനാ പറഞ്ഞത്. ബാവാതന്റെ മക്കൾ 10 പേരുമായി ആടും ആടും മേച്ചു നടന്ന കാലം. ആം തിത്താം തരികിട തില്ലത്തേ.
നിന്റെ വലത് കണ്ണ് നിന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നീ അത് ചൂഴ്ന്നെടുത്തെറിയുക. 2 കണ്ണുകളോടുകൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ചെറുതായൊന്ന് പോറി. എന്തിനാ അങ്ങനെ ആശ അടക്കി ജീവിക്കുന്നത്? 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ പത്രോച്ച? ആർക്കും കുഴപ്പമില്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് നരകത്തിൽ പോകുന്നത്. നല്ലോണം ആലോചിച്ച് പറ. നിന്നെ ഞാനിത് കൊല്ലുവേടി. അയ്യോ, എന്നെ കൊല്ലുന്നേ! അയ്യോ, എന്നെ വിട്, വിട്. അയ്യോ, എന്നെ വിടാൻ. നല്ല എളിയ രക്ഷകൻ. നാട് മുഴുവൻ ഇവളുടെ അഭ്യുദയകാംക്ഷികളല്ലേ? ഒരുത്തൻ ഇതാ നേരിട്ട് തന്നിരിക്കുന്നു. രക്ഷിക്കാൻ. അയ്യോ, മഹാപാപം പറയരുത്. എടോ, ഞാൻ മഹാപാപം പറയുന്നേ ഉള്ളൂ. നീ ചെയ്ത് കണ്ടിരിക്കുകയല്ലേ ദിവസവും. കണ്ണു തെറ്റിയാൽ ഇതിന്റെ കെട്ടിയോട് കളിക്കുകയല്ലേ? ഇതൊക്കെ നാട്ടിലെ പാട്ടാ. എന്റെ കർത്താവേ, വെറുതെയല്ലടാ നിന്റെ കെട്ടിയോളാ വട്ടിക്കാരൻ അണാജിയുടെ കൂടെ പോയത്. ഞാനും ഇവളും അതിന് കാരണം. കെട്ടിയോന്റെ പരസ്ത്രീ ബന്ധം ഒരു പെണ്ണ് സഹിക്കില്ലട്. അവളതിന് പ്രതികാരം ചെയ്തതാ. ഓടി, നിന്നെ ഞാനിന്ന് കൊല്ലുവേടി, കൊല്ലും. നിന്നെ ഞാനിന്ന് ശരിയാക്കി ശരിയാക്കും. ഭദ്രസേ, നീ ചാവടി. നീ ചത്ത നിന്റെ ശവം ഞാൻ ഇവനെ കൊണ്ട് തീറ്റിക്കും. തിന്നടാ പച്ചക്ക് തെണ്ടി. അപ്പാ, ചോറെന്തിയേ? ചോറ് വെച്ചില്ലേ? ചോറായില്ല മക്കളെ. അപ്പന് നല്ല സുഖമില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. മക്കള് സ്കൂളിൽ പോക്കോ. വെറുതെ നേരം വൈകിക്കണ്ട. ഉച്ചയ്ക്ക് മുമ്പ് അപ്പൻ ചോറും കൊണ്ട് സ്കൂളിൽ വരാം. ചെല്ല്. വാടാ.
ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
തന്നെ പറയ്. ദൈവഭയമാണേലും ഭക്തിയാണേലും എല്ലാം ഒരു വകതിരിവോടെ വേണം. ഇക്കാര്യത്തിലൊക്കെ പത്രോസിന്റെ മനസ്സ് ഒരു വടക്കുനോക്കി യന്ത്രം പോലെയാ. ഇങ്ങനെ പോയാൽ പത്രോസിന്റെ ജീവിതം ഒരു വലിയ ദുരന്തമായിരിക്കും. പത്രോസേ, തനിക്ക് എന്നോടൊന്നും പറയാനില്ലേ? പോടോ എന്റെ മുന്നീന്ന്. മക്കളെ, വന്നു വല്ലതും കഴിച്ചേച്ച് പഠിക്കാൻ നോക്ക്. കുറെ ചോറങ്ങ് പുഴുകി തിരികെ തന്നാ വലിയ സ്നേഹമായി. നമ്മളുടെ അമ്മച്ചിക്ക് നമ്മളോട് എന്തൊരു സ്നേഹമായിരുന്നു. ഈ അപ്പച്ചന്റെ സ്വഭാവം കാരണ അമ്മച്ചി എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയത്. ശരിയാ, കുറെ ചോറങ്ങ് പുഴുകി തിരികെ തന്നാ വലിയ സ്നേഹമായി. നമ്മളുടെ അമ്മച്ചിക്ക് നമ്മളോട് എന്തൊരു സ്നേഹമായിരുന്നു. ഈ അപ്പച്ചന്റെ സ്വഭാവം കാരണ അമ്മച്ചി എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയത്. ശരിയാ, ആളുകൾ പറയുന്നത് നമ്മളും കേൾക്കുന്നതല്ലേ. അന്യദേശക്കാരനും ഭാഷക്കാരനും വേറെ മതത്തിൽപ്പെട്ടവനുമൊക്കെയാണെങ്കിലും അയാൾക്കെന്നെ ശരിയായി അറിയാൻ കഴിയുന്നു. അതുവഴി പുതിയൊരു ലോകത്തിൻ്റെ സൗന്ദര്യവും ശാന്തിയും സംതൃപ്തിയുമൊക്കെ ഞാനിപ്പോൾ അറിയുന്നു. സത്യത്തിൽ നിങ്ങളോടൊപ്പം കഴിഞ്ഞ ഈ നീണ്ട കാലം ഞാൻ എന്നെ എന്നിൽ നിന്നും മുറിച്ചു കളയേണ്ടതായിരുന്നു. നിങ്ങളെ എനിക്ക് അത്ര മടുത്തുപോയി. എൻ്റെ ഇരട്ടക്കുട്ടികളെ ഉപേക്ഷിച്ചു പോകുന്നു എന്നതിലായിരിക്കും ലോകം എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുക. പക്ഷേ നിങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞാൽ ആ ലോകം എന്നെ ന്യായീകരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. എൻ്റെ മക്കളും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ സലോമി പതിവില്ലാതെ? ലൂക്കായുടെ ഉപദ്രവം പിന്നെയും? ഇല്ല അച്ഛോ, അങ്ങേരോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. മുമ്പ് ചെയ്തതൊന്നും എൻ്റെ മനസ്സിലില്ല. അത് കൊള്ളാം. അതങ്ങനെ തന്നെ വേണം കുഞ്ഞെ. നീ അവന്റെ നല്ല പാതിയല്ലേ. ഞാൻ മഹാഭാഗ്യവതിയാണ് അച്ഛോ. ഇതെന്താ സലോമി, ഒരു വെളിപാട് പോലെ? ഇപ്പോ ഇതൊക്കെ ഇവിടെ വന്ന് എന്നോട് പറയാൻ വല്ല അത്ഭുതവും സംഭവിച്ചോ? ഉവ്വച്ചോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ ലൂക്കാച്ചനിൽ നിന്ന് നേടാൻ എനിക്ക് കഴിഞ്ഞു. ഒരു പുതിയ ജീവന്റെ തുടിപ്പുകൾ എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ഗർഭിണിയാണച്ചോ. താങ്ക് ഗോഡ്. അടേ, ലൂക്ക എന്ത് പറയുന്നു? ഞാൻ ലൂക്കാച്ചൻ ഇതുവരെ അറിയിച്ചില്ല അച്ചോ. അതെന്താ? ആ പാവമല്ലേ ആദ്യം ഇത് അറിയേണ്ടത്. പേടിയാണച്ചോ. അതെന്തിന്? എന്തിനു പേടിക്കണം? അച്ഛനറിയാലോ, ഞാൻ 3-4 വീടുകളിൽ തൂത്തും തുടച്ചും പാത്രം കഴിയും തുണി അലക്കിയും മാത്രമാ എൻ്റെയും മതിയാൻ്റെയും വയറ് കഴിയുന്നത്. അതിന് ഈ നാട്ടുകാർ പറയുന്ന അപവാദങ്ങൾക്ക് ഒരു കണക്കുമില്ല അച്ചോ. നീ ആ പത്രോസിന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നതിന് ചില മുറിവുറുപ്പുകളെ കൊണ്ടെന്ന് എനിക്കും തോന്നി. ശുദ്ധഗതി കൊണ്ട് ജീവിതം പിടിവിട്ടു പോകുന്ന ഒരു കുടുംബമാണ് അച്ചോ അത്. നിഷ്കളങ്കത കൊണ്ടും ദൈവഭയം കൊണ്ടും സ്വന്തം തടവറയുണ്ടാക്കി അതിനകത്ത് കഴിയുന്ന പാവങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ കാര്യം വലിയ കഷ്ട. ഒരു തള്ളയുടെ ശ്രദ്ധ വേണ്ട പ്രായമായി വരികയാ ആ പെൺകുട്ടിക്ക്. പലപ്പോഴും ഞാൻ അറിയാതെ ആ കുഞ്ഞുങ്ങളുടെ പെറ്റമ്മയായി ഞാൻ മാറിപ്പോകുന്നു. നീ സ്വന്തം കാലിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്നു, അന്യരെപ്പറ്റി മനുഷ്യത്വപരമായി ചിന്തിക്കുന്നു. ഇത് രണ്ടും ഇന്നത്തെ സമൂഹത്തിൽ വലിയ തെറ്റുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയായ നീ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇന്നത്തെ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാനാവില്ല. അത് സ്വാഭാവികം.
നേരത്തും കാലത്തും എനിക്കുണ്ടാവുമായിരുന്നെങ്കിൽ എനിക്കും ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കരുതെന്ന് ഉപദേശിക്കാൻ എനിക്കാവില്ല. പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ പരിശ്രമിക്കുക. പക്ഷേ ഇനിയും ലൂക്കാച്ചൻ പ്രതികരിച്ചാൽ? നീ വിചാരിക്കുന്നത് പോലെയല്ല. ഒരുപക്ഷെ ഒരു കുഞ്ഞുണ്ടാകാത്തതിലുള്ള നിരാശയായിരിക്കാം അവൻ്റെ ഈ കുത്തഴിഞ്ഞ ജീവിതത്തിന് കാരണം. ഒരു തരം ആത്മപീഡനം. എൻ്റെ തോന്നൽ ഇനി അവൻ നിന്നെ ഒരു മാലാഖയെപ്പോലെ നോക്കും. ധൈര്യമായിരിക്കും. ഏറെ കാത്തിരുന്നാണെങ്കിലും നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ദൈവം നിന്റെ കൂടെ തന്നെയാണെന്ന്. അതിനാലാണല്ലോ ഇപ്പോഴെങ്കിലും നിന്റെ മോഹങ്ങൾ സഫലമാകുന്നത്. ദേ പെട്ടെന്ന് ലൂക്കായെ വിവരം അറിയിക്കും. ലൂക്ക, എടാ ലൂക്ക, നേരെ നിൽക്കാൻ പോലും വയ്യെന്നായി. എന്തൊരവസ്ഥയാ എൻ്റെ ലൂക്ക. മഹാഭാഗ്യമായി കർത്താവ് നിന്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുമ്പോൾ അത് കേൾക്കാൻ കഴിയാതെ മദ്യലഹരിയിൽ ആണ്ട് കിടക്കുകയാണല്ലേ. എന്താണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ സലോമി ഗർഭിണിയാണ്. അവൾക്കെന്നും വേദനകൾ നൽകിയ മഹാപാപിയാണ് ഞാൻ. വിഷമിക്കേണ്ട. പശ്ചാത്തപിക്കുന്നവരോട് എപ്പോഴും ക്ഷമിക്കുന്നവനാണ് ദൈവം. അവിടുന്ന് നിനക്ക് നൽകിയ മാലാഖയാണ് സലോമി. അതറിയുന്നവനാകണം നീ. എനിക്ക് അവളെ കാണാൻ തിടുക്കം അയച്ചു. ചെല്ല്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തന്നെ പോവാം. എൻ്റെ സലോമി ശരി.
നിക്ക് 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 നിക്ക്. എവിടേക്കാ ഇത്ര സന്തോഷത്തില്? ഇതിനു മുന്നേ നിന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ ഉണ്ട്, നീ മാറ്. ഞാനും കൂടി അറിയട്ടടാ. എന്റെ സലോമി ഗർഭിണിയാണോ? അത്രേ ഉള്ളൂ. അതെന്താ ഇത്ര നിസ്സാര? സ്ത്രീകൾ ഗർഭം ധരിക്കുന്നതേ ഈ ലോകത്ത് ആദ്യമൊന്നുമില്ലല്ലോ. തന്നെയുമല്ല, സലോമി ഗർഭം ധരിച്ചു എന്ന് അറിയാത്തവർ ഈ ലോകത്ത് നീയല്ലാതെ മറ്റാരുമില്ല. അതെയോ? പാവം, എന്നോട് പറയാൻ പേടിച്ചിട്ടാ. തീർച്ചയായും നീ വാ, നമുക്ക് ഈ സന്തോഷമൊന്ന് ആഘോഷിക്കാം. വേണ്ട, ഞാൻ ഇനി കുടിക്കില്ല, നിർത്തി. സാരല്ല, ഇന്ന് മാത്രം. കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നീ വാ. സലോമിനെ പത്രോസിന്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. നിനക്കറിയില്ല, ഞാൻ പലപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ അവൾ അവിടെ എങ്ങനെ ശൃംഗരിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നീ കണ്ടോ? പിന്നെ ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടത്. അടിക്കുക അടിക്കുക, അടിച്ചോളൂ. ഒരു ദിവസേ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് അവൻ അവളെ കയറി പിടിക്കണത് ഞാൻ കണ്ടത്. എനിക്കൊന്നും അവനെ കൊല്ലണം. അയാളെന്നെ കൊല്ലാൻ വരുവാ. ഞാൻ എങ്ങോട്ട് പോവാനാ പത്രോച്ച? സലോമി, യഥാർത്ഥത്തിൽ നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ആരാ? ഓ, അക്കാര്യത്തിൽ പത്രോച്ചനും എന്നെ സംശയല്ലേ? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. വ്യഭിചാരം സ്വർഗവാതിൽ കൊട്ടിയടയ്ക്കും. സലോമി, ഇപ്പൊ പോ. തന്നെ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. ആണും പെണ്ണുമല്ലാത്ത ഈ ജന്തുവിനെ സൃഷ്ടിച്ച ദൈവത്തിനോടാണ് എനിക്ക് പക. സലോമിയായിട്ട് തന്റെ സ്വർഗരാജ്യം മുടക്കുന്നില്ലേ പത്രോച്ച? എന്തായാലും ഞാനല്ലല്ലോ. അതും സംശയമാണ്. അല്ല, എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു. പത്രോച്ചനും? അതെങ്ങനാ? നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എന്നോട് അങ്ങനെ ഒരു സംശയം ചോദിച്ചത്? അത് പിന്നെ
ഏതായാലും സലോമി ഇനി ഇവിടെ വരരുത്. സലോമി എന്തിനാ കരയുന്നേ? കുഞ്ഞുങ്ങൾ ഉണരും. പത്രോച്ചനെ എന്റെ ഗർഭത്തിന് ഉത്തരവാദിയെന്ന് വിശ്വസിക്കുന്ന ഭർത്താവും ലോകവും ഒരു വശത്ത്, പക്ഷേ ഇതാരെന്നറിയാത്ത പത്രോച്ചൻ മറുഭാഗത്ത്. എന്റെ ഭർത്താവ് തന്നെയാണ് ഇതിന് ഉത്തരവാദിയെന്ന് ഞാൻ എങ്ങനെ ഇവരൊക്കെ ബോധ്യപ്പെടുത്തും? സലോമി, കുഞ്ഞുങ്ങൾ ഉണരും. നീ ഇതിനകത്താണെന്ന് അറിഞ്ഞാൽ ഇനി എല്ലാവരും കൂടി. അറിഞ്ഞോ അറിയാതെയോ ഞാനും എന്റെ ശരീരവും പലതവണ പാപം ചെയ്യാൻ പത്രോച്ചനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായശ്ചിത്തം ചെയ്യാൻ പത്രോച്ചൻ എന്നെ അനുവദിക്കണം. എനിക്ക് മാപ്പ് തരണം. മദന്നാ മറിയത്തിനോട് പോലും കർത്താവ് മാപ്പാക്കിയത് പത്രോച്ചൻ അറിയാലോ. കർത്താവേ, കർത്താവേ, കർത്താവേ. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. 24 മണിക്കൂറും കള്ളും കുടിച്ച് തല്ലും പിടിയും അലവനായത്തരവുമായിട്ട് നടക്കുന്നവനല്ലയോ ലൂക്കാ നീ? നീ പറയുന്നത് അപ്പടി മുഖവിലേക്ക് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. പലതവണ സലോമി ഇവിടെ വന്ന് നിന്റെ ഉപദ്രവങ്ങളെക്കുറിച്ച് എന്നോട് പരാതി പറഞ്ഞിട്ടുള്ളതാ. നിന്നെ ഉപദേശിച്ച് ഞാൻ തോറ്റുവെന്നല്ലാതെ നിനക്ക് വല്ല മാറ്റവും വന്നോ? അതൊക്കെ ഞാൻ സമ്മതിച്ചു. അത് വെച്ച് കണ്ടവരുടെ ഗർഭം താങ്ങലാണച്ചോ അതിനുള്ള ശിക്ഷ? എടാ ലൂക്ക, ഇപ്പൊ ഗർഭിണിയാണെന്ന് പറയുന്ന സലോമി നിന്റെ ആരാ? സ്വന്തം ഭാര്യയല്ലയോ? ആ, അങ്ങനെ പറയാ. എന്തോന്ന് പറയാമെന്ന്? 10-12 കൊല്ലം മുമ്പ് ഈ ഇടവക പള്ളിയിൽ വെച്ചല്ലേ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ കൂട്ടിയോജിപ്പിച്ചത്. ആ ശുശ്രൂഷ നടത്തിയ അച്ഛന്മാരുടെ കൂട്ടത്തിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്, 10-12 വർഷമായി കൂടെ കിടന്നിട്ടുണ്ടാവാത്ത ഗർഭം ഇപ്പൊ എങ്ങനെ ഉണ്ടായിന്നാ ഇവന്റെ ചോദ്യം. അതോ ഇതുവല്ല ദിവ്യഗർഭം മറ്റോ ആണോ അച്ചോ? എന്റെ ലോന, ദിവസവും ഇവന്റെ കള്ളു വാങ്ങി കുടിച്ചിട്ട് ഒരു തൊഴിലും ചെയ്യാതെ തേരാപാര നടക്കുന്ന നീയും ഇവനോട് ഇങ്ങനെ തന്നെ ചെയ്യണം. എരുതിയിൽ എണ്ണയൊഴിച്ച് ഇവന്റെ കുടുംബവും കലക്കണം. കണ്ടാൽ പരമശുദ്ധൻ, പ്രമാണങ്ങളിൽ നിന്ന് മണിവിടെ മാറാത്ത വിശ്വാസി. മിണ്ടാപൂച്ച കലവണയ്ക്കെന്ന് പറഞ്ഞ പോലെയാ പത്രോസിന്റെ കാര്യം. ഇവന്റെ കെട്ടിയോളും അവനും തമ്മിലുള്ള കളികളൊക്കെ പലപ്പോഴും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാ. ഇടവകയിലും ഇതൊക്കെ പാട്ടാ. എന്നതാ പാട്ട്? നീ എങ്ങനെ ഇതൊക്കെ കണ്ടത്? ഞാൻ പലപ്പോഴും ഇതൊക്കെ ഒളിച്ചു കണ്ടിട്ടുള്ളതാ. ആ, ഒളിഞ്ഞുനോട്ടത്തിൽ നീ പണ്ടേ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണല്ലോ. നാട്ടിലെ കുളിക്കടവിൽ ഒളിഞ്ഞുനോട്ടം മാത്രം പരിപാടിയാക്കിയപ്പോഴാണല്ലോ നിന്നെ ഒരിക്കൽ എല്ലാവരും കൂടെ തെങ്ങെ പിടിച്ചു കെട്ടി ഒന്നൊഴിഞ്ഞു വാങ്ങിയത്. തക്ക സമയത്ത് ഞാനവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ തല്ലിക്കൊന്നേനെ. അവന്റെ ഒരു സാക്ഷ്യം പറച്ചില്. അതൊക്കെ ശരി. കാര്യം എന്തായാലും കണ്ടവന്റെ ഗർഭവും താങ്ങി അവളെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. ആണുങ്ങളുടെ ഭാഷയാണോടാ നീ പറയുന്നത്? സ്വന്തം പെണ്ണ് അന്യരുടെ ഗർഭവുമായി നടക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആണിനെയും പെണ്ണിനെയും കൂട്ടിച്ചേർക്കുന്നതാണ് എൻ്റെ ജോലി, വേർപിരിക്കുന്നതല്ല. അപ്പം അച്ഛൻ്റെ ജോലി എന്നേ തീർന്നു. ആ, ഇനി എന്താ വേണമെന്ന്
ഞങ്ങൾ നമ്മൾ തീരുമാനിക്കാം. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാലം വേറെയാ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ അകത്താവും. നീ മാത്രമല്ല, ഞാനും പത്രോസും ഇടവക്കാരും നിന്റെ കൂടെ കിടന്ന് ഉണ്ട പിടിക്കേണ്ടി വരും. അതിനാൽ നീ എടുത്തിയാടാൻ വരട്ടെ. ഇതിന്റെ മേലേക്ക് ഒന്ന് ആലോചിക്കട്ടെ. കൂടത്തിൽ പള്ളി കമ്മിറ്റിയും കൂടട്ടെ. ഈ പ്രശ്നത്തിൽ പള്ളി കമ്മിറ്റി വിശദമായ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ പ്രശ്നം ഇവിടെ തീർക്കാൻ പറ്റത്തില്ല. രൂപതാമെത്രാനെ അറിയിച്ചിട്ടുണ്ട്. സഭയിൽ ഒരിടത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. പത്രോസിന്റെ ഭാഗത്തു നിന്ന് ഇപ്രകാരം ഒരു പ്രവൃത്തി ഉണ്ടാവരുതായിരുന്നു. തൽക്കാലം അവൾ പ്രസവിക്കുന്നതുവരെ ലൂക്ക അവളെ ഉപദ്രവിക്കരുത്. നീ അവളോടൊന്നും പറയണ്ട. അപ്പോ ഞാൻ അവളെ ഗർഭം താങ്ങണം. 5 പൈസ ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. അവളെ ഞാൻ വീട്ടിൽ കയറ്റത്തുമില്ല. തൽക്കാലം എല്ലാ ചെലവും പത്രോസ് വഹിക്കട്ടെ. എന്താച്ചാ? ആയിക്കോട്ടെ. പത്രോസും നേരത്തെ ഒരിത്തിരി ചിന്തിക്കണമായിരുന്നു. കുട്ടിയും തള്ളയും വേറെ ആകുന്നതുവരെ പത്രോസ് ചെലവിന് കൊടുക്കട്ടെ. സാധാരണഗതിയിൽ ഇനി ഒരു 6-7 മാസം. എന്താ പത്രോസേ? പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന്റെ പിതാവ് ആരാണ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. പത്രോസേ, വിഷമിക്കണ്ട. എല്ലാത്തിനും വഴിയുണ്ട്. തൽക്കാലം കമ്മിറ്റി എന്ന നിലയിൽ നമുക്ക് എങ്ങനെയാണ് തീരുമാനിക്കാം. ബാക്കി കാര്യങ്ങൾ മോളിൽ തീരുമാനിക്കുന്നത് പോലെ അല്ലേ അച്ഛാ? ആയിക്കോട്ടെ. എന്നാ നമുക്ക് പിരിയാം. മനസ്സിലാടും അഴലിന്റെ തീയിൽ മഴയായി പൊഴിയണമേ. മാനവർക്കായി മൃതി പൂണ്ടവനേ, മിശിഹായേ, മിശിഹായേ, പരനേ, മനസ്സിലാളും അഴലിന്റെ തീയിൽ മഴയായി പൊഴിയണമേ. മാനവർക്കായി മൃതി പൂണ്ടവനേ, നാം നിന്റെ വഴികളിലും ഇരുളത്ര മുള്ളുകൾ പാകി. ഇടയനാം നിന്റെ വഴികളിലും ഇരുളത്ര മുള്ളുകൾ പാകി. പരീക്ഷ തൻ മലമേലെ കുരിശിന്റെ ഭാരമേകി ഞങ്ങൾക്ക് സാന്ത്വനമേകിടാൻ ചെന്നിടമന്നു നീ തൂകി. നീ ഉയർത്തിയിടുകൻ ദേവാ, മിശിഹായേ, മിശിഹായേ, ദീനദയാ പരനേ, മനസ്സിലാളും അഴലിന്റെ തീയിൽ മഴയായി പൊഴിയണമേ. മാനവർക്കായി മൃതി പൂണ്ടവനേ,
ആശതൻ മരുഭൂവിൽ നിറമിഴിയോടെ മറഞ്ഞു. എങ്ങു പോയി സ്വർഗരാജ്യം, എങ്ങു പോയി സ്വർഗരാജ്യം, എങ്ങു പോയി സ്വർഗരാജ്യം. ഒളിച്ചു കളിക്കാ, ഇതിനെക്കാട്ടിലും ഭേദം പോയി തൂങ്ങി ചത്തൂടെ. ഇങ്ങനെ ഒരു അപ്പച്ചൻ പാടി. അക്കാലം ബാവ തന്റെ മക്കൾ 10 പേരുമായി ആടുമാടുമേച്ചു നടന്ന കാലം. അക്കാലം ബാവ തന്റെ മക്കൾ 10 പേരുമായി. എന്താടാ പത്രോച്ച, നീ ഓടി ഓടി കുഴഞ്ഞോ? നടക്കത്തില്ല മോനെ, അത്ര പെട്ടെന്നൊന്നും നിന്നെ വാഴ്ത്തപ്പെട്ടവനാക്കുകയില്ല. നീ എന്നെ കണ്ട് പഠിക്ക്. എത്ര കാലമായി ഞാൻ പല പല പുണ്യപ്രവർത്തനങ്ങൾ നടത്തുന്നു, ദൈവത്തിന് ശോസ്ത്രം പാടി നടക്കുന്നു. എന്നിട്ടും എന്താ പത്രോച്ചേ എന്നെ വാഴ്ത്തപ്പെട്ടവളാക്കാത്തേ? ഓടിക്കോ ഓടിക്കോ, സ്വർഗവാതിൽ അടയ്ക്കും മുമ്പ് അങ്ങ് എത്തണ്ടായോ? നാട്ടില് മുഴുക്ക ഭ്രാന്തന്മാരാ. ഓടിക്കോ ഓടിക്കോ, നിക്കാതെ ഓടിക്കോ. അക്കാലം ബാവാ തന്റെ മക്കൾ. ഓ, പാട്ട് കഴിഞ്ഞു. സലോമി എന്നാ കണ്ടിട്ടാ ഈ പത്രോസിന്റെ പിന്നാലെ? ഹോ, അതാ എനിക്കൊരു പിടിയും കിട്ടാത്ത ഒരു മുതുക്കം ബുദ്ധൂസ്. അത് ഈ പെണ്ണുങ്ങേരെ കാര്യം നമുക്ക് എങ്ങനെ കണക്കാക്കാനൊന്നും പറ്റില്ല. പലർക്കും പല ടേസ്റ്റാ. നല്ല കിടുകിടുത്ത ചെറുക്കന്മാരെ ഒഴിവാക്കി മുതുക്കന്മാരെ കൂടെ പൊറുക്കുന്ന ചെറുപ്പക്കാരികളില്ലേ ഇവിടെ? ഏതായാലും പത്രോസ് ഒരു യോഗമുള്ളവനാ. സലോമിയെ കാണുമ്പോൾ എനിക്ക് തന്നെ പത്രോസിനോടൊരു അസൂയയാ. അതെ, രാവും പകലും പാത്തും പതുങ്ങിയും നടന്നിട്ടും ആട്ടും തുപ്പും മാത്രം വരവ് വെച്ചവരും ഉണ്ട് ഇവിടെ. ദേ വരുന്നല്ലോ ആ പത്രോസ് പുണ്യാളൻ. അവനെ ഓടിക്കണം. എന്താ ഈ തക്കാളിയൊക്കെ കളയുന്നത്? ഓ, ഒക്കെ ചീഞ്ഞതാ. 2 കിലോ തക്കാളി വാങ്ങിയ 1.5 കിലോയും ചീത്തയാ. പാല്. പത്രോസേ, നിന്റെ പാൽ ഇവിടെ വേണ്ട. ആ പാലൊഴിച്ച ചായ ഇവിടെ ആർക്കും വേണ്ടെന്നാ പറയുന്നത്. അയ്യോ, ഇതെന്നതാ ഈ പറയുന്നേ? എടാ നിൽക്കടാ അവിടെ. നിന്റെ പാൽ ഇവിടെ വേണ്ടത് പറഞ്ഞാലേടാ. നിന്റെ പാല് നീ അവളെ തന്നെ കുളിപ്പിച്ചാ മതി. അയ്യോ, കടന്നു പോടാ അവിടുന്ന്. നിന്റെ ഒരു പാല് ഈ നാട്ടിൽ കണ്ടുപോരുത്. മക്കളെ, നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ ഇവരെ കൊണ്ടുപോവാണ്. ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നു. പക്ഷെ നിങ്ങളുടെ മുഖം കാണുന്നത് എനിക്ക് വെറുപ്പും അറപ്പുമാണ്. ഇവരെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. അവരിനിയുള്ള കാലം സുഖവും വാത്സല്യവും സ്വാതന്ത്ര്യവും ഒക്കെ ആസ്വദിച്ച് മനുഷ്യരായിട്ട് വളരട്ടെ. ഇനി ഇവര് നിങ്ങൾക്കൊപ്പം നിന്നാൽ അവരുടെ ജീവിതവും നിങ്ങളെക്കാൾ അപ്പുറം ഒരു മഹാ ദുരന്തമായിരിക്കും. നിങ്ങൾ ചത്തെന്നറിഞ്ഞ എന്റെ മക്കളെത്തും അത് ആഘോഷിക്കാൻ. ഡ്രൈവർ കാർ എടുക്ക്. ഞാനല്ല, 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 ഞാനല്ല.
ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പിന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? നിങ്ങൾ ചത്തെന്നറിഞ്ഞ എൻ്റെ മക്കളെത്തും അത് ആഘോഷിക്കാൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ ജീവിതം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർശലത്തേക്ക് നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗദീയ ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇവരെ ബഹുമാനിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പത്രോസ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അങ്ങനെ ഒരു വാസന അയാളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. കർത്താവെ, എന്നെ പറഞ്ഞാലും പത്രോസ് ഒരു സത്യവിശ്വാസിയായിരുന്നു. സ്വന്തം ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ലെന്ന സത്യം വിസ്മരിച്ചുപോയി. മുമ്പായിരുന്നെങ്കിൽ തെമ്മാടിക്കുഴിയിലെ സംസ്കരിക്കുമായിരുന്നുള്ളൂ. അത്ര വലിയ മഹാപാപമാണ് ആത്മഹത്യ. പലപ്പോഴും എൻ്റെ അടുത്ത് വരുമായിരുന്നു, ക്രിസ്തുവായും മോശയായും മാറുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം മനസ്സിൻ്റെ ഒരു തോന്നലാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കാറാണ് പതിവ്. വളരെ സെൻസിറ്റീവായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു പത്രോസ്. ഒരുപക്ഷെ അതായിരിക്കാം ഇങ്ങനെ ചെയ്യാൻ കാരണം. ഒരു പരിധിവരെ അത് ശരിയാ. തന്റെ മരണം കൊണ്ടേ ഇതിനൊക്കെ ഒരു മോചനമുണ്ടാവൂ എന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലൊന്നും ചിന്തിക്കരുതെന്നും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും എല്ലാം പത്രോസിന്റെ അസുഖത്തിന്റെ അനന്തരഫലമാണെന്നും ഞാൻ പറയാറുണ്ടായിരുന്നു. അസുഖമോ? എന്തസുഖം? സ്കിസോഫീനിയ. അതൊരു തരം മാനസിക രോഗമാണ്. നെറ്റിത്തടവും ശരീരവും വേർക്കും. പനി വരുന്നത് പോലെ തോന്നും. പലതും വിളിച്ചു പറയും. ചിലപ്പോൾ താൻ മറ്റൊരാളാണെന്ന് തോന്നലുണ്ടാവും. അയാളെപ്പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവേ, എന്തൊരു കഷ്ടം! സ്വർഗവാതിൽ പത്രോസിനായി തുറക്കപ്പെട്ടേനെ. മഹാകഷ്ടമായിപ്പോയി. നിത്യം നരകം തന്നെ.
മുട്ടുവിൻ, തുറക്കപ്പെടും. അന്വേഷിപ്പിൻ, കണ്ടെത്തും.
മോശയ്ക്ക് നൽകിയ കൽപ്പന പത്തുകൾ ആശയോടെ വരും കേട്ടിടണം. മോശയ്ക്കു നൽകിയ കൽപ്പന പത്തുകൾ ആശയോടെ വരും കേട്ടിടണം. പാടില്ല മറ്റൊരു ദൈവം നിനക്കിനി, പാടില്ല വിഗ്രഹ ആരാധന.